my cooking lovers, welcome back to our channel Ritushan Taste by Sasha'sCookBook. ഞാൻ സബിഷ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റഷ്യൻ സാലഡിൻ്റെയും അതുപോലെ അടിപൊളി ഒറിജിനൽ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് മയണൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. റഷ്യൻ സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പൈനാപ്പിളും അതുപോലെ കുറച്ച് വെജിറ്റബിൾസും ആണ്. അപ്പോൾ അതിൽ ക്യാരറ്റ്, പിന്നെ നമ്മുടെ ഫ്രഞ്ച് ബീൻസ് അല്ലെങ്കിൽ നമ്മുടെ ബീൻസ്, പിന്നെ ഒരു ടൊമാറ്റോ, അതുപോലെ പൊട്ടറ്റോ. ടൊമാറ്റോ ഓപ്ഷണലാണ്. അപ്പോൾ പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു സാലഡാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2 സ്ലൈസ് പൈനാപ്പിളും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. നമുക്ക് എല്ലാ മാർക്കറ്റുകളിലും ഇപ്പം ഇതുപോലത്തെ ഗ്രീൻ പീസ് അവൈലബിൾ ആണ്. ഗ്രീൻ പീസ് മാത്രമല്ല, നമുക്ക് ചോളം ഇതുപോലെ ഫ്രോസണായിട്ട് കിട്ടും. ഇതിന് മേളിൽ കണ്ടോ കട്ട് ചെയ്യണ ആ ഒരു കത്രികയുടെ ഒരു അടയാളം ഉണ്ട്. ആ മാർക്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്യാൻ വെക്കാനായിട്ട് സിപ്പപ്പ് ബാഗിൻ്റെ ഒരു സംവിധാനം ഈ ഒരു പാക്കറ്റിനുണ്ട്. അപ്പോൾ എല്ലാ പാക്കറ്റിനും ഇങ്ങനത്തെ സംവിധാനം ഉണ്ടാവില്ല, ചില പാക്കറ്റിനെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതിങ്ങനെ സിപ്പ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എത്രത്തോളം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല. നല്ല ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക. ഇത് നമ്മൾ എടുത്ത ഉടനെ തന്നെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിനകത്ത് ഫ്രീസറിലാണ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഐസിൻ്റെ ആ ഒരു ഇതുണ്ടാവും. അത് ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അതിൻ്റെ ആ തണുപ്പും ഐസ് കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്തു. ഒരു സ്ക്വയർ സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സാലഡ് നമുക്ക് ഡയറ്റിനും യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഡയറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ലെമണിൻ്റെ ജ്യൂസും കുറച്ച് ഒലിവ് ഓയിലും കുറച്ച് സോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഒരു പൊട്ടറ്റോ എടുത്ത് അതൊന്ന് പീൽ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരിട്ട് ഇത് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. അതിനകത്തുള്ള ആ ഒരു കൊഴുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം. ഈ ഒരു നമ്മൾ കൂടുതലും വെജിറ്റബിൾസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പൈനാപ്പിളാണ് സ്വീറ്റ്നെസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രേപ്സ് യൂസ് ചെയ്യാം, മാംഗോ യൂസ് ചെയ്യാം. കുറച്ച് വെജിറ്റബിൾസും ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അങ്ങനെയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബീൻസും ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഞാൻ മുന്നേ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ദയവേത് കമൻറ്റ് ബോക്സിൽ പറയുക. ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ, ഏതെങ്കിലും റെസിപ്പി ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാം. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഒരു ശക്തി. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പൈനാപ്പിളും സെയിം ഞാൻ ഈ ഒരു സ്ക്വയർ പീസിലാണ് കട്ട് ചെയ്യുന്നത്. നമുക്കധികം ആണിയില്ലാതെയാണ് ഞാനിത് ഓൾറെഡി തൊലിയൊക്കെ കട്ട് ചെയ്തത്, കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ അതും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ തക്കാളി ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു സാലഡിനകത്ത് ഇപ്പോൾ തക്കാളി ചേർക്കണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. എനിക്കിപ്പോൾ തക്കാളീനെ കൊണ്ട് വേറൊരു ആവശ്യമുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണിച്ച് തന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്തതൊക്കെ ഒന്ന് ബോയിൽ ചെയ്യണം. അതായത് പൊട്ടറ്റോ കുറച്ച് വേവുള്ള സാധനമാണ്. നമുക്ക് ഒന്നുകിൽ ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ വെള്ളത്തിലൊന്ന് ബോയിൽ ചെയ്യാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി, അത് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മുടെ ബീൻസും അതുപോലെ ഗ്രീൻ പീസും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കിത് സെപ്പറേറ്റായിട്ടും ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ബോയിൽ ചെയ്താൽ മതി. കൂടുതൽ സമയം ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് കൂടുതൽ എടുക്കുന്നത് പൊട്ടറ്റോ ആണ്. അപ്പോൾ അത് കുഞ്ഞായിട്ട് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും.
അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് അതിൻ്റെ ഒരു കളർ മാറാൻ വേണ്ടി മാത്രം, ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, ഗ്രീൻ പീസിന് ഒരു ചെറിയ പച്ചമണമൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് ഒന്ന് മാറ്റുക. അതിൻ്റെ കൂട്ടത്തിൽ ഇത് കുറച്ചൊന്ന് പച്ചമണം മാറുമ്പോൾ ഞാൻ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് മാത്രം ഒന്ന് ബോയിൽ ചെയ്യുക. അതിന് ശേഷം ഇത് കോരി മാറ്റുക. അങ്ങനെ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കോരി മാറ്റുകയാണ്. ഇത് വേവിച്ച വെള്ളം നമ്മൾ കളയൊന്നും വേണ്ട കേട്ടോ. ഇത് ഒരു സ്ട്രെയിനറിനകത്തിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയുക. അതിന് ശേഷം തണിഞ്ഞ് എടുക്കാം. ഞാനിനി ഇതിൻ്റെ കൂടെ ഞാൻ എല്ലാ കഷ്ണങ്ങളും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് സ്പ്രൗട്ട്സും കൂടി ഇട്ടിട്ടുണ്ട്, അതായത് നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൈനാപ്പിൾ കൂടി ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ നമ്മൾ ബോയിലൊന്നും ചെയ്യുന്നില്ല, അത് ഫ്രൂട്ടല്ലേ, അതുപോലെ തന്നെ നല്ല മധുരമുള്ളതുമാണ്. അപ്പോൾ വേവിച്ച വെള്ളം നമുക്ക് കുട്ടികൾക്ക് സൂപ്പായിട്ടൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിനകത്തോട്ടും ചേർത്ത് കൊടുക്കാം. കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്തോട്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് ആക്ച്വലി മയണൈസിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ മയണൈസ് ഇഷ്ടമല്ലാത്തവർക്ക് ഒന്നുകിൽ നേരത്തെ പറഞ്ഞ പോലെ ലെമൺ ജ്യൂസും ഒലിവ് ഓയിലും ഒക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കാം. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ തൈര് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അധികം പുളിയില്ലാത്ത തൈരിൽ ഈ ഒരു പീസസൊക്കെ ഇട്ടിട്ട് കഴിക്കാം. അല്പം തൈരിന് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കണം. അതുപോലെ കുറച്ച് പെപ്പറോ അല്ലെങ്കിൽ ഗാർലിക്കിൻ്റെയൊക്കെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഗാർലിക്കും കൂടി നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറായിരിക്കും. പുളിയുള്ള തൈര് യൂസ് ചെയ്യരുത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇച്ചിരി പുളിയുള്ള തൈര്, അതുകൊണ്ട് തന്നെ തൈരിൽ ചേർത്തത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ കാണാം. അപ്പോൾ നമ്മുടെ പീസസിനകത്തോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഹോം മെയ്ഡ് മയണൈസ്. ഈ മയണൈസിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് ഞാൻ മയണൈസിൻ്റെ വീഡിയോ ഇടുമ്പം അതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അതും ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഇട്ടതിന് പിന്നാലെ തന്നെ ആ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഒറിജിനൽ മയണൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആരും മിസ്സാക്കരുത് കേട്ടോ. 2 വീഡിയോ എല്ലാവരും കാണണം. ഇനി ഈ മയണൈസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, നമ്മുടെ റഷ്യൻ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഞാനിതിൽ തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഞാൻ ഓപ്ഷണലാണ് തക്കാളിയും കൂടി ഇട്ടാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി അങ്ങ് കൂടും. എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി ആവശ്യമില്ല. ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ ഇപ്പം അധികമാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഒറിജിനൽ വേർഷൻ തന്നെ കാണിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ മയണൈസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചത്. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ശക്തി. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ സപ്പോർട്ട് അത്രേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ. അപ്പോൾ മയണൈസാണ് കൂടുതൽ ടേസ്റ്റ്. ഈ ഒരു ഞാൻ ഉണ്ടാക്കുന്ന മയണൈസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് പിന്നെ കേട് അത്ര വലിയ ടേസ്റ്റ് ഇല്ല. നിങ്ങൾ പറ്റാത്തവർ ഉണ്ടെങ്കിൽ, അത്രയും പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രം കേട് ചെയ്താൽ മതി. മാക്സിമം മയണൈസ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കാം.